ദക്ഷിണ കൊറിയയിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് K-പോപ്പ് താരങ്ങളാണ്. എന്നാൽ അതിലും മുകളിൽ ജനപ്രീതിയുള്ള ഒരാളുണ്ടെങ്കിൽ അത് സൺ ഹ്യൂങ്മിൻ മാത്രമാണ്. ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും സൂപ്പർ താരങ്ങൾ അടക്കി വാഴുന്ന ലോക ഫുട്ബോളിൽ ഏഷ്യയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന കിരീടവുമായി ഈ ലോകകപ്പിലും കൊറിയൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സൺ ഹ്യൂങ്മിൻ ഉണ്ടാകും. ദക്ഷിണ കൊറിയക്കായി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരം, അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോൾ വേട്ടക്കാരൻ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 100 ഗോളടിച്ച ആദ്യ ഏഷ്യക്കാരൻ, ആദ്യ ഗോൾഡൻ ബൂട്ട് ജേതാവ്, ഫിഫ പുസ്കാസ് പുരസ്കാര ജേതാവ് എന്നിങ്ങനെ സണ്ണി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന താരത്തിന്റെ പേരിൽ റെക്കോർഡുകൾ ഏറെയാണ്. ഒരു പതിറ്റാണ്ടിലേറെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനാം ഹോട്ട്സ്പറിനൊപ്പം കളിച്ച സൺ പിന്നീട് US മേജർ സോക്കർ ലീഗിൽ ലോസ് ആഞ്ചലസ് ഗാലക്സിയിലേക്ക് കൂടുമാറി. അതോടെ വേറൊരു റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. സാക്ഷാൽ ലയണൽ മെസ്സി കഴിഞ്ഞാൽ ലീഗിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന താരമായി മാറി സൺ. എന്നാൽ ടോട്ടനത്തിനായി 454 കളികളിൽ 173 ഗോളും കൊറിയയ്ക്ക് വേണ്ടി 142 കളികളിൽ 54 ഗോളും നേടിയ താരം അമേരിക്കയിൽ എത്തിയ ശേഷം ഗോൾ വേട്ടയിൽ പിന്നോട്ട് പോയി. എങ്കിലും കൊറിയൻ ലോകകപ്പ് ടീമിന്റെ എല്ലാം സൺ ആണെന്ന് കൊറിയൻ കോച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിങ്ങറായോ സെക്കൻഡ് സ്ട്രൈക്കറായോ ഫോർവേഡായോ സാഹചര്യം ആവശ്യപ്പെടുന്ന തരത്തിൽ പൊസിഷൻ മാറാനുള്ള ശേഷിയാണ് സണ്ണിനെ വേറിട്ട ഒരു താരമാക്കുന്നത്. ചില കളികളിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിംഗ് ബാക്കറായും സണ്ണ്. മെക്സിക്കോയും ചെക്കയും സൗത്ത് ആഫ്രിക്കയും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ സണ്ണിന്റെ ബലത്തിലാണ് കൊറിയ നോക്കൌട്ട് സ്വപ്നം കാണുന്നത്. മെക്സിക്കോയുടെ ഇന്ന് പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് കൊറിയ. അടുത്ത മത്സരത്തിലെ ഒരു സമനില മാത്രം മതിയാകും അവർക്ക് മത്സരം 2ാം റൗണ്ടിലേക്ക് എത്തിക്കാൻ. ലോക ഫുട്ബോളിൽ ഇന്ന് ഏഷ്യ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ 2002 ദക്ഷിണ കൊറിയയുടെ 4ാം സ്ഥാനം മാത്രമാണ് ഇപ്പോഴും കാണിക്കുവാനുള്ളത്. അന്നത്തെ 4ാം സ്ഥാനത്തിനപ്പുറം ഏഷ്യ ലോക ഫുട്ബോളിൽ വളർന്നിട്ടില്ല. കൊറിയയുടെയും ജപ്പാന്റെയും അല്ലെങ്കിൽ ആസ്ട്രേലിയയുടെയും ചില കുതിപ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഏഷ്യൻ ഫുട്ബോൾ. യൂറോപ്പിന്റെ സാങ്കേതിക മിടുക്കോ ലാറ്റിൻ അമേരിക്കയുടെ കേളി സൗന്ദര്യമോ ആഫ്രിക്കയുടെ വന്യമായ കരുത്തോ ഏഷ്യക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിവേഗത്തിൽ പന്ത് കിട്ടുന്ന ജപ്പാനും കൊറിയയുമാണ് ഏഷ്യൻ ഫുട്ബോളിന്റെ പ്രതീക്ഷകൾ. താൻ ഇനിയൊരു ലോകകപ്പിന് ഇല്ലെന്ന് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ ക്യാപ്റ്റൻ സൺ ഹ്യൂങ്മിൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത് 4ാമത്തെ ലോകകപ്പാണ് സണ്ണിന്. 2014 ബ്രസീൽ ലോകകപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ലോകത്ത് തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക താരങ്ങളിൽ മുൻനിരയിലാണ് സണ്ണിന്റെ സ്ഥാനം. അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചില ശ്രമങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. യാങ് എന്നു പേരുള്ള യുവതി 2024 സൺ ഹ്യൂങ്മിനിൽ നിന്ന് 300 മില്യൺ സൗത്ത് കൊറിയൻ വോൺ, അതായത് ഏകദേശം $2 ലക്ഷം തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. സണ്ണിന്റെ കുട്ടിയെ ഗർഭം ധരിച്ചതായി പറയുകയും വ്യാജ അൾട്രാസൗണ്ട് ചിത്രം അയച്ച് പരസ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. കരിയറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ താരം പണം നൽകുകയും ചെയ്തു. എന്നാൽ ആഡംബരങ്ങൾക്കായിട്ടാണ് ആ പണം യുവതി ചെലവാക്കിയത്. പിന്നീട് യോങ് എന്ന കൂട്ടുപ്രതിയുമായി ചേർന്ന് ഇവർ സൺ ഹ്യൂങ്മിനിൽ നിന്നും വീണ്ടും 70 മില്യൺ വോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അതോടെയാണ് താരം പോലീസിനെ സമീപിച്ചതും ഇവർ അറസ്റ്റിലായതും. യാങ് ഗർഭിണിയാണെന്നതിന് സ്ഥിരീകരണമില്ലെന്നും ഗർഭസ്ഥ ശിശു ആരുടേതാണെന്ന് യുവതി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യാങ്ങിന്റെ വാദങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കോടതി കണ്ടെത്തി. സംഭവം പൊതുസമൂഹത്തിൽ അറിഞ്ഞതോടെ സൺ ഹ്യൂങ്മിൻ വലിയ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചതായും കോടതി കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഈ പണം തട്ടൽ ശ്രമം പകുതി വഴിക്ക് ഉപേക്ഷിച്ച കൂട്ടുപ്രതി യോങ്ങിനെ 2 വർഷത്തെ തടവ് ശിക്ഷയും മുഖ്യ പ്രതിയായ യുവതിക്ക് 4 വർഷം തടവും കോടതി വിധിച്ചത്.